എത്രത്തോളം നമ്മൾ സഹിക്കും? ചിലർ നിങ്ങൾക്കെതിരായിരിക്കും. നിങ്ങൾ എത്ര കരകയറാൻ എത്ര ശ്രമിച്ചാലും ചിലർ നിങ്ങളെ താഴെ ഇറക്കാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളെത്ര ധൈര്യം മുറുകെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴും ചിലർ അത് തകർക്കാനും ശ്രമിക്കുന്നുണ്ടാകും. ഇത്രയധികം തന്ത്രങ്ങൾ ചെസ്സിൽ പോലും ഉണ്ടാകില്ല. അത്രയധികം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഒരു നിമിഷം ആലോചിക്കൂ, നിങ്ങൾക്കും ഇങ്ങനെ തോന്നി തുടങ്ങിയോ മനസ്സിൽ? ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു സ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയമായി എന്നാണ് അർത്ഥം. അതേത് സ്വിച്ചാണെന്നറിയാമോ? അതാണ് ഡിലീറ്റ് സ്വിച്ച്. അതായത് നമുക്കെന്താണോ വേണ്ടാത്തത് അതിനെ മനസ്സിൽ നിന്നും എന്തിന് ജീവിതത്തിൽ നിന്ന് പോലും ഡിലീറ്റ് ചെയ്യാനുള്ള സ്വിച്ച്. കേൾക്കുമ്പോൾ എളുപ്പമായി തോന്നും, പക്ഷേ ഇത് നടപ്പിൽ വരുത്താൻ അത്ര എളുപ്പമല്ല എന്നാകും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്, അല്ലേ? മറ്റുള്ളവർക്ക് മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നതിൽ, തോറ്റു കൊടുക്കുന്നതിൽ ഒരു ലിമിറ്റുണ്ട് സുഹൃത്തെ. ആ ലിമിറ്റ് കഴിഞ്ഞു എന്നുറപ്പായാൽ, അഥവാ അത് എൻ്റെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങി എന്നുറപ്പായാൽ ഈ ഡിലീറ്റ് സ്വിച്ച് ആക്ടിവേറ്റ് ആക്കേണ്ട സമയമായി എന്നാണ് അർത്ഥം. അതിലൂടെ മനസ്സിൽ ഇങ്ങനെയൊരു അവസ്ഥയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതായത് മറ്റുള്ളവർ കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്നെ ഒരു രീതിയിലും ബാധിക്കില്ല. എൻ്റെ ധൈര്യത്തെ തകർക്കുന്നവരെയെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ഞാനിപ്പോഴും തകർന്നിട്ടില്ല, ധൈര്യത്തോടെ മുന്നേറുന്നു. ആരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കുന്നത് ഞാനിനി അനുവദിക്കില്ല. കാരണം ഇനി ആരുടെയും ബലിയാടാവാൻ ഞാൻ തയ്യാറല്ല. ഇത് കേവലം വരികൾ മാത്രമല്ല, ഒരു പോരാട്ടത്തിന്റെ തുടക്കമാകണം. ഈ പോരാട്ടം നിങ്ങൾ നടത്തേണ്ടത് നിങ്ങളെ എതിർക്കുന്നവരോടാണ്, നിങ്ങൾക്ക് അനുയോജ്യരല്ലാത്തവരുടെ അടുത്താണ്. അതെ, നിങ്ങൾ ജീവിതത്തിൽ വ്യക്തമായ അതിരുകൾ വെച്ച് തുടങ്ങേണ്ട സമയമാണിത്. ഈ പോരാട്ടം എത്രയും വേഗം ആരംഭിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതു സംഭവിക്കണമെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങളെ ദുർബലരായി കാണുന്നവരെ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളുടെ മനോവീര്യം കെടുത്തുന്നവരെ മനസ്സിൽ നിന്നും ഡിലീറ്റ് ചെയ്യണം. മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെ തരം താഴ്ത്തുന്നവരെ ഡിലീറ്റ് ചെയ്യണം. നിങ്ങളെ തകർക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ഡിലീറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിനിവേശത്തോട് യോജിക്കാത്ത എല്ലാ നെഗറ്റീവ് വിചാരങ്ങളെയും ജീവിതത്തിൽ നിന്നും തള്ളി മാറ്റുക. നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന എല്ലാ മനുഷ്യരെയും മനസ്സിൽ നിന്നും ഒഴിവാക്കി കളയുക. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ വിജയവും നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ മറ്റാരുടെയും ആവശ്യമില്ല. നിങ്ങളെ പിന്തുണയ്ക്കുന്ന പോലെ അഭിനയിക്കുന്ന ചിലർ നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും വഞ്ചിച്ചേക്കാം. അതേ തുടർന്ന് നിങ്ങൾ വീണ്ടും എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് തന്നെ തിരിച്ചെത്തപ്പെട്ടേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതമാകുന്ന വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വേറെ ആരുടെയും കയ്യിൽ കൊടുക്കാതിരിക്കുക. അതിന്റെ നിയന്ത്രണം നിങ്ങളുടെ മാത്രം കൈകളിലായിരിക്കണം. എനിക്കറിയാം, ആളുകളോട് ഇങ്ങനെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവരോടും പോയി പണി നോക്കൂ എന്ന് പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ സ്വയം ഈ കാര്യത്തിന്റെ ആഴം മനസ്സിലാക്കണം. നിങ്ങൾ സ്വയം ഇങ്ങനെ മനസ്സിൽ പറയണം. നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റി എത്രയും വേഗം ഒഴിവാക്കണം. നിങ്ങളുടെ മനസ്സിനെ സ്വയം പാകപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. എല്ലാവിധ നെഗറ്റീവ് എനർജിയും നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കണം. മറ്റുള്ളവർ നിങ്ങളെ സ്വാധീനിക്കുന്നിടത്തോളം കാലം, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും സക്സസ്ഫുൾ ആകില്ല. കാരണം നിങ്ങൾ ചിലപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമാകില്ല ജീവിക്കുന്നുണ്ടാകുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചായിരിക്കും ജീവിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ സ്വന്തം സന്തോഷത്തേക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നവരായിരിക്കാം. ഇത്തരം അനാവശ്യ ചിന്തകളെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് പ്രത്യേക ഒരു ശക്തി അനുഭവപ്പെടും. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ശക്തി നിങ്ങളെ സഹായിക്കും. ഈ ശക്തി നിങ്ങളെ എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാനും സഹായിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്ത് അസാധ്യമായി ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ശക്തിയെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഇത്രയും സമർപ്പണ ബോധത്തോടെ ഈ ആന്തരിക ശക്തി ഉപയോഗിച്ച് എത്രത്തോളം കഠിനാധ്വാനം ചെയ്യാൻ കഴിയുന്നു എന്ന് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാകൂ. നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്യും എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ ഈ ലോകത്ത് ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാനാകില്ല. നിങ്ങളുടെ ധൈര്യം കെടുത്താൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പർവ്വതം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് മുന്നിൽ തല കുനിച്ചു നിൽക്കും. നിങ്ങളെ നശിപ്പിക്കുന്ന എല്ലാ ശക്തികളെയും ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ദിവസവും 5 മിനിറ്റ് സ്വയം പറഞ്ഞു നോക്കുക. നിങ്ങളെ തരം താഴ്ത്തുന്നവരെ എന്നേക്കുമായി ഒഴിവാക്കിയാൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. നിങ്ങൾ സ്വയം ചോദിക്കൂ,
നിങ്ങളെ താഴെയിറക്കാൻ ശ്രമിക്കുന്നത് ആരൊക്കെയാണ്? നിങ്ങളുടെ സ്വപ്നങ്ങളെ ചെറുതാക്കി കാണിക്കുന്നവർ ആരൊക്കെയാണ്? ആരാണ് നിങ്ങളുടെ കഴിവുകളിൽ സംശയിക്കുന്നവർ? ഇത്തരത്തിൽ നിങ്ങളെ നെഗറ്റീവായി ബാധിക്കുന്ന തരം ആളുകളെ മനസ്സിൽ നിന്നും ഡിലീറ്റ് ചെയ്യുക. പോസിറ്റിവിറ്റി നൽകാൻ കഴിയാത്തവരിൽ നിന്നും നെഗറ്റിവിറ്റി ഒരിക്കലും വാങ്ങാതിരിക്കുക. അത് നിങ്ങളുടെ അടുത്ത ബന്ധുക്കളായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ. വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവരുണ്ടാകുകയുള്ളൂ. കാരണം ആളുകൾ നിങ്ങളുടെ മുന്നിൽ കുറച്ച് സപ്പോർട്ട് ചെയ്താലും കൂടുതൽ മുതലെടുക്കാൻ നോക്കുന്നവരായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കളിക്കാനുള്ള കരുക്കളായി സ്വയം മാറാതിരിക്കുക. നിങ്ങളുടെ നല്ലതും ചീത്തയും എന്താണെന്ന് സ്വയം ചിന്തിച്ച് കണ്ടെത്തുക. സ്വയം നിങ്ങളെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളാക്കുക. സ്വയം സഹായിക്കുക. തുടർന്ന് നിരന്തരം കഠിനാധ്വാനം ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്നവരും നിങ്ങളെ പിന്തുണയ്ക്കുന്നവരും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ തനി നിറം കാണിച്ചേക്കാം. അതിനാൽ ഡിലീറ്റ് ഓൾ എന്ന വാചകത്തിന്റെ യഥാർത്ഥ ശക്തി എത്ര പെട്ടെന്ന് മനസ്സിലാക്കുന്നോ അത്രയും വേഗം നിങ്ങൾക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ലിമിറ്റ് മറ്റൊരാൾ നിശ്ചയിക്കുക എന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. നിങ്ങളുടെ ലിമിറ്റ് മറ്റൊരാൾ അറിയാൻ പാടില്ല. ജീവിതത്തിൽ നിർണായക തീരുമാനങ്ങൾ നിങ്ങൾ സ്വയം എടുക്കുമ്പോഴാണ് യഥാർത്ഥ രസം അനുഭവപ്പെടുന്നത്. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. മറ്റുള്ളവർ നിങ്ങളെ വിഷമിപ്പിക്കാൻ ശ്രമിക്കുന്നു, നിങ്ങൾ വിഷമിക്കുന്നു. ആളുകൾ നിങ്ങളെ കളിയാക്കുന്നു. മറ്റുള്ളവർ നിങ്ങളുടെ സമയം പാഴാക്കാൻ ശ്രമിക്കുന്നു, നിങ്ങൾ അതിന് അനുവദിച്ചും കൊടുക്കുന്നു. കാരണം നിങ്ങൾ അവർക്ക് എപ്പോഴും അവൈലബിൾ ആയ വ്യക്തിയാണ്, ലഭ്യമാണ്. അവരെപ്പോൾ നോക്കിയാലും നിങ്ങൾ അവർക്കായി ഓൺലൈനിലുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിനായി എപ്പോഴാണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക? എപ്പോഴാണ് നിങ്ങൾ സ്വന്തമായി ജീവിതം നയിക്കുക? എപ്പോഴാണ് നിങ്ങളുടേതായ സ്ട്രോങ് ഐഡന്റിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക? എപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക? മറ്റുള്ളവരുടെ വാക്കുകളിൽ പെട്ടുപോയാൽ പിന്നെ അവരായിരിക്കും നിങ്ങളെ നിയന്ത്രിക്കുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാകില്ല. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു അഗ്നി, ഒരു അഭിനിവേശം ഉണ്ടായിരിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം മറന്നു പോയിട്ടുണ്ടാകും. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്തകളുടെ, അതായത് പരിസ്ഥിതിയുടെ അടിമയായി മാറുന്നു എന്നാണ് അർത്ഥം. നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വവും നിങ്ങളുടെ മാത്രമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകളിൽ സ്വാധീനിക്കപ്പെട്ട് സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നാൽ അതിലും വലിയ പരാജയം വേറെയുണ്ടാകില്ല. നിങ്ങൾക്ക് പോസിറ്റീവായി സപ്പോർട്ട് നൽകുന്നവരുടെ കൂടെ ജീവിക്കുക. നിങ്ങളുടെ പാരൻസ്, അവരുടെ വാക്കുകൾ നിങ്ങൾക്കേറെ ഗുണം ചെയ്യും. അവരുടെ പിന്തുണ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് ശരിയായ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു, നിങ്ങളുടെ ധൈര്യം നിലനിർത്തുന്നു. നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഇടയ്ക്ക് വെച്ച് തോറ്റുകൊടുക്കരുത്. കാര്യങ്ങൾ ചെയ്ത് കാണിക്കണം. തെറ്റുപറ്റിയാൽ അത് തിരുത്താനുള്ള ധൈര്യമുണ്ടാകണം. തെറ്റുകൾ എല്ലാവർക്കും പറ്റും, പക്ഷേ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്തുവാനുള്ള ധൈര്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. നിങ്ങളെക്കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നവരോട് പോകാൻ പറയുക. നിങ്ങൾ നിങ്ങളുടെ ജോലി ശരിയായി ചെയ്യുന്നുണ്ടല്ലോ. ഒരു രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചെയ്തു നോക്കാം. പക്ഷെ എന്തായാലും ചെയ്തിരിക്കണം. ജീവിതത്തിൽ പലതവണ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ടെൻഷനും, പ്രതിസന്ധി ഘട്ടങ്ങളുമെല്ലാം നിങ്ങൾക്കായി വന്നിരിക്കുകയാണെന്ന്. ഈ ലോകത്തിലെ ഏറ്റവും ദുഃഖിതനും നിങ്ങളാണ് എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പ്രശ്നങ്ങൾ എല്ലാവർക്കുമുണ്ട് സുഹൃത്തെ. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയല്ല വേണ്ടത്, അതിനെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കണം. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തണം. അതിൽ ഫോക്കസ് ചെയ്യണം. സ്വന്തം കഠിനാധ്വാനത്തിൽ ശ്രദ്ധ ചെലുത്തണം. നിങ്ങളുടെ ഉള്ളിലുള്ള യുദ്ധത്തെ ജയിക്കാൻ പഠിക്കണം. എത്രയും വേഗം നിങ്ങളുടെ ഉള്ളിലുള്ള യുദ്ധം ജയിക്കുന്നോ അത്രയും വേഗത്തിൽ തന്നെ നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കും. നിങ്ങളുടെ നിഷേധാത്മകതയെ പരാജയപ്പെടുത്താൻ പഠിക്കണം. അതിനെ മറികടക്കാൻ പഠിക്കണം. നെഗറ്റിവിറ്റിയെ ഒഴിവാക്കണം. നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും രക്ഷിക്കണം. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പശ്ചാത്തപിക്കും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, എനിക്ക് സമയമുണ്ടായിരുന്നു,
എനിക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന പശ്ചാത്താപം അവസാനം നിങ്ങൾക്കുണ്ടാകരുത്. ആരുടെ വാക്ക് കേട്ടാണോ നിങ്ങൾ പരാജയപ്പെടുന്നത്, അവർ നിങ്ങളെ ഓർക്കുന്നത് പോലും ഉണ്ടാകില്ല. ആ സമയത്ത് അവർ നിങ്ങൾക്ക് തന്ന ഉപദേശം എന്താണെന്ന് നിങ്ങൾ മറന്നിട്ടുണ്ടാകും. അപ്പോഴേക്കും നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് അവർ കടന്നു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് ആരുടെ വാക്കായാലും അത് ഹൃദയത്തിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഓർക്കുക, ഈ മനുഷ്യൻ നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, ഈ മനുഷ്യനെ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഇയാളുടെ സാന്നിധ്യം ആവശ്യമാണോ? 5 വർഷങ്ങൾക്ക് ശേഷമോ 10 വർഷങ്ങൾക്ക് ശേഷമോ ഇയാൾ ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ? ഇയാളുടെ അഭിപ്രായം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ? ഇയാൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യണമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇയാൾ തീരുമാനമെടുക്കണോ? ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ കഴിയൂ. പക്ഷേ അത് തകർക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ക്യൂവിൽ നിൽക്കുന്നുണ്ടാകും. ഒരാൾ പോകുമ്പോൾ അടുത്തയാൾ ആ സ്ഥാനത്തേക്ക് വരും. സ്വന്തം ശക്തികളെ തിരിച്ചറിയുക. ലോകത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ വീണു പോയവരായിരിക്കാം, പക്ഷേ സ്വന്തം കഠിനാധ്വാനത്തിലൂടെ സ്വന്തം കണ്ണുകളിൽ ആത്മാഭിമാനം ഉള്ളവരാകണം. സ്വയം വിശ്വസ്തത പുലർത്തണം. നിങ്ങൾ സ്വയം നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റണം. നിങ്ങളുടെ കഴിവിൽ ഈ ലോകം ആശ്ചര്യപ്പെടണം. നിങ്ങളെ ദുർബലരായി കണ്ടവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കണം. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണം. നിങ്ങളോട് അസൂയപ്പെടുന്നവരോടും നിങ്ങളെ തടയുന്നവരോടും തെറ്റിദ്ധരിക്കപ്പെടുന്നവരോടും പോകുവാൻ പറയുക. നിങ്ങൾ സ്വയം ശ്രദ്ധിക്കുക. നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് ആളുകളെയും ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് എനർജിയെയും ഇല്ലാതാക്കണം. ഉണരൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഉണരുവാനുള്ള സമയമാണ്. നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റിവിറ്റിയെ ഉണർത്താനുള്ള സമയം. അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമെന്നുറപ്പാണ്. സ്വയം പരിപാലിക്കുക. കഠിനാധ്വാനത്തിലൂടെ സ്വന്തം പേര് സമ്പാദിക്കുക. അങ്ങനെ ഉന്നതിയിലേക്ക് നിങ്ങൾ പറന്നുയരുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.